അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടാലും സാർ അറിയാത്തത്? സാധു കുട്ടിയാ, ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ എസ് പി ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാർ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാടിക്കരിഞ്ഞോട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നാലെന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? വരുന്നു. ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുകി തിന്നാൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സ് അതല്ല ചോദിച്ചത്, കേസ് അന്വേഷണം എന്താ ഇത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്നു. സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചതിന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്കെങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ? എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, പ്രൊസീഡ്. പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. ഓ, എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിലേക്ക് കൂടെ. യെസ് സർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത്? ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് ഐജി വിളിക്കുന്നു. സാർ, ഞാൻ എസ് പി ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായര? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടും പോടാ, ഇന്ന് ഭൂമിയിൽ നിലയായി വാഴ്ന്നവൻ യാരടാ. എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. അപ്പൊ ഇനി ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടില്ലേ? വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. എന്തൊരു കഷ്ടം. മുഴുവട്ടൊന്നുമല്ല അല്ലേ? ഇടയ്ക്ക് തലയ്ക്കൊരു പെയിൻ വരും. അത് വന്നാൽ വല്ലാതെ വയലന്റ് ആവും. മതി മതി, കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് 3-4 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഡോക്ടർ, എന്തിനായിരിക്കും ആ പേഷ്യന്റിനെ അയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ്. പെയിൻ കില്ലിംഗ് ചികിത്സ മാത്രമേ ഇതിനുള്ളൂ. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ പിന്നെ ആദ്യം വിവരം ഞങ്ങൾ അറിയിക്കുക. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ? ഒന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നീട് വന്നൂടെ? എടാ, നിന്റെ വാസൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ല, ഒരു പരിചയമില്ലാതെ നിന്റെ വണ്ടി എന്നെ ഓട്ടം വിളിച്ചല്ലേ? വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എന്താ ചെയ്യാ? പഠിച്ചവരാണ് നമുക്ക് ഒരു പിടിയില്ല. ഓനിങ്ങനെ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തല്ല സമ്മതിക്കും. എടാ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? അല്ല, രണ്ടും വേണ്ട സാറേ. പൊന്നു സാറേ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എടാ, എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. ചിരിക്കല്ല സാറ് തെറ്റിദ്ധരിച്ചാൽ ഞാൻ കാര്യമാണ്. ഉണ്ടല്ലോ
എതിരാളി ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലും ഇല്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാധീനക്കാരനായിട്ട് മാനും മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ദേ, ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കണം. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ, അതാ അബദ്ധ. അതാ പറഞ്ഞത്. സാറ് വാ. എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര വെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാനെ. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ, കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ടിനുള്ള മാറി ഒന്ന് നോക്ക്. സാർ, മുറുക, നീ പാക്കലിയടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങ പോയിട്ടാണ് ഇവിടെ തിരുട്ടപ്പെടുക. ഓ സോറി സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. കള്ളൻ, അവൻ താനിവൻ, ഇവൻ താനവൻ. കള്ളൻ, നിഴലാകെ തിരുടാ, നിഴലാകെ തിരുടൻ, തിരുടൻ. ഓടി വാങ്ങ, ഓടി വാങ്ങ. അവൻ കള്ളൻ, ഓടി വാങ്ങ. ഓടി വെച്ചോളെ, പിടിച്ചോളെ. കള്ളൻ, ഓടി കൊണ്ടുവിട്. ആ കള്ളൻ തിരുടൻ, പിടിച്ചോളെ. അയാളെ പിടിച്ചോളെ, അയ്യോ കള്ളൻ, എന്നെ ഹെൽപ്പ് ചെയ്യുക. 5 ലക്ഷം രൂപ ഞാൻ കയ്യിലെടുത്തിട്ട് ചണ്ടാളം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രീഫ്. ഓ, ഗുഡ് മോർണിംഗ്. വല്ല വിവരമുണ്ടോ? എനിക്കോ? അല്ല, ആർക്കെങ്കിലും. എടോ, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആർക്കെങ്കിലും വിവരം ഉണ്ടോ എന്ന് വെച്ചാൽ ഇടിച്ചതിന്റെ ലിവർ ഞാൻ വെള്ളമായി കളയും. സാർ, നമുക്കൊന്നും വിവരമില്ലെന്ന് ഇയാൾ പറയണത്. അയ്യോ മുരുക, അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട. എടോ, താൻ എന്റെ മുഖത്ത് നോക്കി വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ല. അയ്യോ, അത് സാറിനെ അല്ല. പിന്നെ ഈ സാറിനെ അല്ല. എന്താ സ്വാമി ഈ പറയണേ? വിവരമില്ലാഞ്ഞിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? സോറി സർ, എന്റെ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഹെഡ് സാർ തെറ്റിദ്ധരിച്ചതാ. സോറി, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു. കിട്ടി. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ എന്താ ഇത് കാഴ്ച ബംഗ്ലാവോ? ഒരുമാതിരി തൽക്കാലം സ്വാമിച്ചല്ലേ. തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. തൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തെണ്ടി പോകും സർ. അല്ലെങ്കിലും താൻ തെണ്ടും. ഒന്ന് മിണ്ടാതിരിക്കടോ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സ്വാമി? വല്ല വിവരമുണ്ടോ? അയ്യോ സോറി സർ, എന്റെ പണം തട്ടിയെടുത്ത ആളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങണ്ട. കിട്ടിയ വിവരം അറിയിക്കും. ചെല്ലേ. നമസ്കാരം സർ. സോറി. താങ്ക് യു സർ. ഇനി വരാൻ പോകുന്നത് നമുക്ക് കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ്. ഇന്നലെ രാത്രി 2 ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു. അയ്യോ, ഏത് ബാങ്കാണ് സാർ? അല്ല, ഞാൻ കാശിട്ടിട്ടുള്ള ബാങ്കാണെന്ന് അറിയാനാ. നോൺസെൻസ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഈ പെരേര ഒരു പെരും പുള്ളിയാണ്. ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല സാർ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല കുട്ടി. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭദ്രമിരിക്കേണ്ട തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണം പറയാൻ. പേടിക്കണ്ട സാർ, സരോജിനി അവളെ ഇടിച്ച് ഷേപ്പ് മാറ്റാമെന്ന് ഏറ്റിട്ടുണ്ട്. തെളിവ് ശേഖരിക്കില്ല നമ്മുടെ ജോലി, അല്ലാതെ ആൾക്കാരുടെ ഷേപ്പ് മാറ്റല്ല. ഫുൾ ഇഡിയറ്റ്. ഇമ്മാതിരിയുള്ള ചന്ത സംസാരം നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ആ മൃഗ ഡോക്ടർ തള്ളയെ ചോദ്യം ചെയ്തോ? ഉവ്വ് കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. കിട്ടില്ല. തന്നെപ്പോലുള്ള ചോദ്യം ചെയ്താൽ കിട്ടാനുള്ള വിവരങ്ങൾ പോലും കിട്ടില്ല. അവരെ കൊണ്ട് മണി പോലെ കാര്യങ്ങൾ പറയുന്നത് തനിക്ക് കേൾക്കണോ? താനെന്റെ കൂടെ വാ. എന്നാ സരോജിനി കൂടി വിളിക്കട്ടെ സാർ.